അതേ മരണം നടന്ന വീട്ടിൽ അന്ന് ആ കുടുംബം വല്ലാത്ത ദുഃഖത്തിലായിരിക്കും, വല്ലാത്ത സങ്കടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അയൽക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് വന്നെത്തിയിരിക്കുന്നു, അവരെ ഭക്ഷണത്തിൽ നിന്നൊക്കെ ശുഗലാക്കുന്ന ആ ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോക്കുന്ന നിലക്കുള്ള ആപത്തിലാണ് അവർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മരണം നടന്ന വീട്ടിൽ അവിടെ സദ്യയുണ്ടാക്കി മറ്റുള്ളവർ വന്ന് ഭക്ഷണം കഴിച്ച് മരണച്ചോറ് തിന്ന് ഇറങ്ങിപ്പോകലല്ല ഇസ്ലാമിന്റെ സമ്പ്രദായം. ഞങ്ങളത് വെറുക്കപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലുള്ള അട്ടഹസിച്ച് നിലവിളിക്കുന്ന പാപത്തെ പോലെ ഒരു പാപമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടിരുന്നത് എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അപ്പൊ മരണവീട്ടിൽ മരണച്ചോറുണ്ടാക്കിയിട്ട് ആളുകളെല്ലാം പുറത്തു നിന്ന് വന്ന് മരണവീട്ടിൽ ഒരു സദ്യ ഉണ്ടാക്കി, അവിടെ ഒരു കല്യാണം നടക്കുന്നുവോ, ഒരു അടിയന്തരം ഒരു സദ്യ നടക്കുന്നുവോ എന്ന് അതിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കുമാർ ഭക്ഷണം വിളമ്പുന്നതിന്റെ ആരവങ്ങളും ധാരാളം വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി അതിങ്ങനെ കഴിക്കാൻ വന്ന ആളുകളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. മറിച്ച് അവിടുന്ന് ആ സ്ഥാനത്ത് എന്താ പഠിപ്പിച്ചത്? മരണ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലല്ല, മറ്റുള്ളവർ കഴിക്കലല്ല. മറ്റുള്ളവർ എന്ത് ചെയ്യണം? മരണ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രയാസത്തിൽ അന്ന് കഴിയുന്ന കുടുംബങ്ങളെ തിന്നാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവർക്ക് ഭക്ഷണം അങ്ങോട്ടുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്.